ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും കിഡൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് നവാബി മട്ടനാണ്. ഇത് വളരെ ടേസ്റ്റി ആയ റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ മട്ടൻ ക്ലീൻ ചെയ്ത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ എടുത്തേക്കുന്നത് ഒരു മീഡിയം ടൈപ്പ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം ടൈപ്പ് തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്യാം. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം കൈ കൊണ്ടൊന്ന് തിരുമ്മി മിക്സ് ചെയ്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് നമുക്ക് സ്പൂൺ കൊണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ കൈവച്ച് നല്ലോണം തിരുമ്മി മിക്സ് ചെയ്തെടുക്കണം. ഇത് ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് വയ്ക്കാം. അപ്പോഴേക്കും മസാലയൊക്കെ നല്ലോണം ഒന്ന് പിടിച്ചിരിക്കും. 1 മണിക്കൂറിന് ശേഷം എടുക്കാം. നമ്മുടെ മട്ടൻ ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ സ്റ്റൗ ഓണാക്കി ഒരു കുക്കർ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 പീസ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ബേ ലീഫ്, 1 ഉണക്കമുളക്, കറുകപ്പട്ട, ചെറിയ ജീരകം, പെരുംജീരകം, പിന്നെ ഒരല്പം ഉലുവ, ഏലക്ക, ഇതൊക്കെയാണ്. ഇതെല്ലാം നമുക്ക് ഈ ബട്ടറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ചേർക്കുന്നത് 2 മീഡിയം ടൈപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത് നമുക്ക് ഈ ബട്ടറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലോണം വഴറ്റിയെടുക്കാം. ഇവിടെ നമ്മുടെ സവാള ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മട്ടൺ ആഡ് ചെയ്ത് കൊടുക്കാം. മട്ടനെല്ലാം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം.
ഞാനിവിടെ നല്ലോണം ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളമൊന്നും ചേർക്കണ്ട. ഇനി അടച്ച് വെച്ച് എത്ര വിസിലാണോ നമ്മുടെ കുക്കറിന് വേണ്ടുന്നത്, ഇത് ഈ മട്ടൺ വേവാനായിട്ട് അതനുസരിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിനിപ്പോൾ ഒരു 6 വിസിൽ വരെ ഞാനിതിൽ വെക്കുകയാണ്. 6 വിസിലാകുമ്പോൾ ഓഫാക്കാം. കുക്കർ അടച്ച് വെച്ച് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിലാണ് ഇടേണ്ടത്. ഇപ്പോൾ 6 വിസിലടിച്ച് കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. ഇതിപ്പോൾ മട്ടനൊക്കെ വെന്തിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, പക്ഷേ ഈ മട്ടനകത്തുള്ള വെള്ളമാണ് ഈ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇനി നമുക്കിതിന് ഉപ്പ് എരിവൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഉപ്പ് എരിവൊക്കെ കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിനിപ്പോൾ ഉപ്പ് എരിവൊക്കെ ആവശ്യത്തിന് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ എരിവ് ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പ് മാറ്റിയിട്ട് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ സ്റ്റൗ ഓണാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിന് ലോ ഫ്ലെയിമിൽ കിടന്ന് ഒന്ന് വറ്റി വരണം. ഇതിപ്പം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനിഗർ ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. ഇപ്പം തിളച്ച് നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ മട്ടൺ പീസസിലൊക്കെ നല്ലതായിട്ട് മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് സ്റ്റൗ ഒന്ന് ഓഫാക്കാം. ഇനി ഒരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഇതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് നല്ല പരുവായിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. ഇവിടെ ക്രിസ്മസ് സ്പെഷ്യൽ നവാബി മട്ടൺ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയായ റെസിപ്പിയാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ കപ്പയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ ക്രിസ്മസിനൊക്കെ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായി വരുന്നതുവരെ താങ്ക് യു.